ഇന്ന് ഞങ്ങളുടെ ലക്ഷദ്വീപ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആട്ടോ. എൻ്റെ ആണെങ്കിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്ന് ഇടയ്ക്ക് ഇറങ്ങേണ്ടി വന്നു. ആ ടൈമിൽ എയർപോർട്ടിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ലക്ഷദ്വീപിലെത്തി. ലക്ഷദ്വീപിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആദ്യം പോയത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടുന്ന് ഞങ്ങൾ പിന്നീട് ബോട്ടിങ്ങിനായിട്ടാണ് പോയത്. ബോട്ടിംഗ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നു. നല്ല ബ്ലൂ വാട്ടർ, ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ബ്ലൂ വാട്ടർ കാണുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറൽസ്, ഫിഷസ്, ക്രാബ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര റെയറായിട്ടുള്ള സ്പീഷ്യസിനെയൊക്കെയാണ് ഞങ്ങളവിടെ കണ്ടത്. പിന്നീട് ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ കൂടുതൽ ടൈമും അന്ന് അവിടെ വാട്ടറിൽ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ആ സ്ഥലം എന്ന് പറയണേ ഫുള്ള് കംപ്ലീറ്റ് മണ്ണിൽ ഫുള്ള് ഇങ്ങനെ പവിഴപ്പുറ്റ് പോലെ കിടക്കുമായിരുന്നു. നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ചെരുപ്പ് ഇടാതെയും പോകാൻ പറ്റത്തില്ല. ചെരുപ്പ് ഇടുവാണെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെരുപ്പ് ഇട്ടില്ലെങ്കിലാണെങ്കിൽ ഇത് കാലെ കുത്തിക്കൊണ്ട് മുറിയുമോ എന്നുള്ള പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ അവിടെ എടുത്തു. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല അന്തരീക്ഷമായിരുന്നു അവിടെ. ചൂടുമല്ല തണുപ്പുമല്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. പിന്നെ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ നല്ല സൺസെറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ പിക്ചേഴ്സൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ചേട്ടനാണ് ഞങ്ങൾക്ക് പിക്ചറൊക്കെ എടുത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നല്ല നല്ല പവിഴപ്പുറ്റുകളും നല്ല വെറൈറ്റി റെയറായിട്ടുള്ള ടൈപ്പ് ശംഖുകളും കല്ലുകളും ഒക്കെ ഒത്തിരി അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെറുക്കിയെടുത്തു ഇപ്പോഴും വീട്ടിൽ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കുറേ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അവിടുന്ന് അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയണത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ലൈഫിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് വളരെ ചുരുക്കമാണ് കിട്ടാറുള്ളത്. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസൊക്കെ കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.